അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി യാ മൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദ ലിൽവാഹിദിൽ അഹദി ലം യൂലദ് വലം യലിദ് യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മദാ യാ വാസിഅൽ കറമി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. വിശുദ്ധ റബീഉൽ അവ്വലിനെ വേണ്ടതുപോലെ സ്വീകരിക്കാനും ധാരാളമായി സ്വലാത്തുകളും മൗലിദുകളും ചൊല്ലാനും നമുക്കേവർക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. വിശുദ്ധ റബീഉൽ അവ്വൽ കൊണ്ട് വിജയിക്കുന്ന വിഭാഗത്തിൽ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അൻത മിന്നി ബിമൻസിലത്തി ഹാറൂൻ മിൻ മൂസാ നബി അലൈഹിസ്സലാമിന് സഹോദരനായി, നേരെ സഹോദരനല്ലെങ്കിലും ഒരു സഹായിയായി ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എങ്ങനെയാണോ സഹായിയായിട്ട് അള്ളാഹു സംവിധാനിച്ചത്, അതുപോലെയാണ് മോനെ അലിയെ നീ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് എന്ന് വിശേഷിപ്പിച്ച ആളാണ് അത്രേ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലിയും മിന്നി വാന മിൻഹു, ഞാൻ അലിയിൽ നിന്നുള്ളവരാണ്, അലി എന്നിൽ നിന്നുള്ളവരാണ്, നമ്മൾ രണ്ടുപേരും ഒന്നാണ് എന്ന ചുരുക്കം ചിലരോട് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളൂ. അതിൽപ്പെട്ട മഹാനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. നമ്മൾ ഒന്നാണ് എന്ന് പറയണമെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത സ്ഥാനം എത്രയായിരിക്കും? എന്താണ് അലി റളിയല്ലാഹു അൻഹുവിന് ഇത്രമേൽ സ്ഥാനം ലഭിക്കാനുള്ള കാരണം? ഇതെല്ലാം നമ്മുടെ ചെറിയ ഒരു വിവരണത്തിൽ നിന്ന് നമുക്ക് പഠിക്കണം. സഹാബത്തിനെ പഠിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തണം. എന്നിട്ട് അവിടുത്തെ പൊരുത്തം വാങ്ങി സ്വർഗത്തിൽ ഒരു ചെറിയ ഇടം നമുക്ക് ലഭിക്കണം. അള്ളാഹു എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, വാപ്പയായ അബൂ ത്വാലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരനാണ് അലി റളിയല്ലാഹു അൻഹു എന്നർത്ഥം. ഉമ്മ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ, അവിടുന്ന് നമുക്ക് ആരംഭിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുപ്പത്തിൽ വളരെ നന്നായി പരിലാളിക്കുകയും സ്നേഹിക്കുകയും സ്നേഹം നൽകുകയും ചെയ്ത മഹദിയാണ് ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏതെല്ലാം വിധേന ഏതെങ്കിലും ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു സഹായം തങ്ങൾക്ക് ഒരാൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തിരിച്ച് 10 മടങ്ങ് പ്രതിഫലം തിരിച്ചു നൽകിയിട്ടല്ലാതെ തങ്ങൾ ഈ ലോകത്തൊന്നും വിട പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ ദുനിയാവിൽ തന്നെ പല ദുആകളും നടത്തി വലിയ നേട്ടങ്ങൾ അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ സ്വർഗത്തിലൊരു സീറ്റ്, സ്വർഗത്തിലൊരു ഇരിപ്പിടം, ഷഹീദായുള്ള മരണം, അങ്ങനെ ഉഖ്റവിയായ പല കാര്യങ്ങളും അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകാറുണ്ട്. അതിന് ധാരാളം തെളിവുകളും ചരിത്രങ്ങളും നമുക്ക് പറയാൻ കഴിയും. അതിൽപ്പെട്ട മഹദിയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരുപാട് ദുആവും ഒരുപാട് അനുഗ്രഹങ്ങളും ദുനിയാവിൽ നിന്ന് തന്നെ തിരിച്ചു വാങ്ങിയ മഹദിയാണ് സയ്യിദത്തുന ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ. മഹദി അവர்கள் വഫാത്തായപ്പോൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയുടെ ഖബറിൽ ഇറങ്ങുകയും കുഞ്ഞുകുഴി നിബിതങ്ങളുടെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് കുഴിക്കുകയും ചെയ്തതായി സിയറിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. ഖബറിൻ്റെ ഉള്ളിൽ ലഹദ്, ഷിഖ് എന്ന് പറയുന്ന 2 വിധത്തിൽ ഖബറുണ്ടല്ലോ. അതിലെ ഖബറിൻ്റെ ഉള്ളിൽ ഖബർ തുറന്നിട്ടുള്ള ചെറിയ കുഴി കുഴിക്കുമല്ലോ, ആ കുഴി എടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണത്രേ. 7 ഖബറിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങിയത്. അതിൽ ഒരു ഖബർ മഹദിയുടെ ഖബറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയെ ഖബറടക്കുന്നതിന് മുമ്പ് ആ ഖബറിൽ ഇറങ്ങിക്കൊണ്ട് കുറേ നേരം ഖബറിൽ കിടന്നു അത്രേ. എന്ന് മാത്രമല്ല, അവിടുത്തെ ഖമീസ് ധരിച്ച ഖമീസ് ഊരിക്കൊണ്ട്
അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്തമ്മക്ക് അബൂ ത്വാലിബിൻ്റെ ഭാര്യക്ക് അഥവാ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹക്ക് ധരിപ്പിച്ചു കൊടുത്തു. ഖബറടക്കത്തിന് ശേഷം അവിടുന്ന് ദുആ ചെയ്യുകയും ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മി, എൻ്റെ പോറ്റുമ്മാക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ, ബിഹഖി, എൻ്റെ ബറക്കത്ത് കൊണ്ടും, വബിഹഖി അംബിയാഇ മിൻ ഖബ്ലി, എൻ്റെ മുൻഗാമികളായ നബിമാരുടെ ബറക്കത്ത് കൊണ്ടും നീ പുറത്തു കൊടുക്കണേ റഹ്മാനേ. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനിതര സാധാരണമായ പല പ്രവർത്തനങ്ങളും അവിടെ അവർ കണ്ട് സാക്ഷിയായി. എല്ലാം കഴിഞ്ഞുകൊണ്ട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, പല ഖബറടക്കത്തിലും തങ്ങളുടെ കൂടെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്, എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു ശൈലിയാണല്ലോ ഇവിടെ തങ്ങൾ സ്വീകരിച്ചത്. ഒന്ന്, തങ്ങളുടെ ഖമീസ് അവർക്ക് ധരിപ്പിച്ചു കൊടുത്തു. രണ്ട്, തങ്ങൾ ഖബറിൽ കുറേ നേരം കിടന്നു. ഇങ്ങനെ പല പല കാര്യങ്ങളും വ്യത്യസ്തമായി കണ്ടുവല്ലോ. എന്താ തങ്ങളെ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകത എന്താണ്? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് വിവരിച്ചു കൊടുക്കുന്നത്. വഫാഉൽ വഫാ ബി അഖ്ബാരി ദാരിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ ഇതിൻ്റെ വ്യത്യസ്ത റിപ്പോർട്ടുകൾ കാണാം. സയ്യിദ് സുംഹൂരി റഹിമഹുല്ല രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് അതിന് കാരണം പറയുന്നത്? ഞാൻ എൻ്റെ ഖമീസ് ധരിപ്പിച്ചു കൊടുത്തതും ഖബറിൽ കുറേ നേരം കിടന്നതും എൻ്റെ ഉമ്മ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയെ ഖബർ എടുക്കാതിരിക്കാനാണ്. നമുക്കൊക്കെ എന്താ ഉള്ളത്? ഖബർ എടുക്കണമെങ്കിൽ എൻ്റെ ഖമീസ് ആദ്യം ഒന്ന് എടുക്കണ്ടേ? ഞാൻ കിടന്ന മണ്ണല്ലേ ഇടുക്കത്തിന് നേതൃത്വം നൽകേണ്ടത്? അതൊരിക്കലും ഉണ്ടാവില്ല. എൻ്റെ ഉമ്മയെ ഖബറിൽ എടുക്കൂലത്രേ. ഞാൻ അതിനു വേണ്ടിയാണ് കിടന്നത്. എന്താണ് എൻ്റെ ഉമ്മയുടെ പ്രത്യേകത? വളരെ ചെറിയ പ്രായത്തിൽ ദാരിദ്ര്യത്തിൻ്റെ തീച്ചൂളയിൽ കഴിയുന്ന മക്കക്കാരായ നമ്മുടെ കുടുംബക്കാർ ആ പ്രതിസന്ധി ഘട്ടത്തിൽ വളരെ ഇളം പ്രായത്തിൽ എന്നെ മടിയിലിരുത്തിക്കൊണ്ട് എനിക്ക് വേണ്ടത് ചെയ്തു തരുകയും കുളിപ്പിക്കുകയും എൻ്റെ മുടിവാരി തരുകയും എല്ലാവർക്കും കൊടുക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പ്രത്യേകമായി എനിക്ക് എടുത്തു വെച്ചുകൊണ്ട് എനിക്ക് വായിലിട്ട് തന്ന് എനിക്ക് ഭക്ഷണങ്ങളൊക്കെ നൽകിയ ഉമ്മയാണ് എൻ്റെ പൊന്നുമ്മ. ആ ഉമ്മയെ മറക്കാൻ എനിക്ക് കഴിയില്ല. ശത്രുക്കൾ പലപ്പോഴും പരിഹസിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്നും നിനക്ക് സമ്പത്തൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചപ്പോൾ ആഭരണങ്ങളെല്ലാം അഴിച്ചു തന്നിട്ട് എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് പൊന്നുമോന് പോയിട്ട് കച്ചവടം നടത്തൂ എന്ന് പറഞ്ഞയച്ച അത്താണിയാണ് എൻ്റെ പൊന്നുമ്മ. ആ ഉമ്മയെ മറക്കാൻ എനിക്ക് കഴിയില്ല സ്വഹാബ. അതുകൊണ്ടാണ് ഞാൻ ആ കൊച്ചുകുഴി എടുത്തതും അതുപോലെ ഖബറിൽ കിടന്നതും ഖമീസ് ധരിപ്പിച്ചു കൊടുത്തതും സമ്മാനമായി എൻ്റെ ഹക്ക് കൊണ്ടും എൻ്റെ മുൻഗാമികളായ അമ്പിയാക്കളുടെ ഹക്ക് കൊണ്ട് എൻ്റെ ഉമ്മയ്ക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്തതും ഇമാം ത്വബറാനി റഹിമഹുല്ലയുടെ മുഅ്ജമുകളിൽ കാണാം. ഹദീസ് സ്വഹീഹാണെന്ന് വഫാഉൽ വഫ രേഖപ്പെടുത്തുന്നതും കാണാം. ഹക്ക് കൊണ്ടും ബർക്കത്ത് കൊണ്ടും മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യരുതെന്ന വാദം അസ്ഥാനത്താണ്. ആ വാദം ശരിയല്ലെന്ന് ചുരുക്കം. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ കർമ്മ കൊണ്ട്, അവിടുത്തെ ആദരവ് കൊണ്ട്, അവിടുത്തെ വലിയ വിശാലമായ മനസ്സുകൊണ്ട് തിരിച്ചതിൻ്റെ ഡബിൾ കിട്ടും, ഉറപ്പാണ്. അതിന് ധാരാളം ചരിത്രങ്ങൾ നമുക്ക് സാക്ഷിയാണ്. അതിൽപ്പെട്ട ഒരു മഹദിയാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. വാപ്പയായ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അത്താണിയായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള വിഷയമാണ്. അസ്നൽ മത്വാലിബ് ഫീ നജാത്തി അബീ ത്വാലിബ് എന്നൊരു ഗ്രന്ഥം സൈനെ ദഹ്ലാൻ എന്ന പണ്ഡിതൻ, അഥവാ 100 വർഷം മുമ്പ് മക്കയിലെ മുഫ്തിയായിരുന്ന, ഹിജാസിലെ മുഫ്തിയായിരുന്ന പണ്ഡിത ശ്രേഷ്ഠർ രചിച്ചിട്ടുണ്ട്. വിശാലമായി നമ്മുടെ ബസ്സാ മുഹമ്മദ് ബാറൂത്ത് ബുർദയുടെയും ഹംസിയുടെ ഒക്കെ ഷറഹിന് ടിപ്പണി എഴുതിയപ്പോൾ അതിൽ വിശാലമായി ചർച്ച കൊണ്ടുവരുന്നുണ്ട്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും കൂടെ നിന്ന കുടുംബമാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബം. അതുകൊണ്ട് തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് തൗഫീഖുകൾ, ഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത്, അലി റളിയല്ലാഹു അൻഹു വളർന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിത്തട്ടിലാണ്.
വലിയ അനുഗ്രഹം ലഭിച്ച മഹാനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതെന്താ കാരണം? അതിനൊരു കാരണമുണ്ട്. മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, നമ്മുടെ കുടുംബം വല്ലാതെ വിഷമം പിടിച്ച ഒരു ഘട്ടമാണല്ലോ, ഖുറൈശികൾക്ക് ഏറെ പ്രയാസം അനുഭവിച്ച കാലം. അബൂ ത്വാലിബ് എന്നവരാണെങ്കിൽ ദാ ഇയാലിൻ കസീർ, വലിയ കുടുംബത്തിൻ്റെ നാഥനാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന പിതൃവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ബാസ് തങ്ങൾ അത്യാവശ്യം സാമ്പത്തികമായി ആ കാലത്ത് കഴിവുള്ള ആളായിരുന്നു. എന്താ പറഞ്ഞത്? ഇന്ന അഖാക അബാ ത്വാലിബ് കസീറുൽ ഇയാൽ, അബൂ ത്വാലിബ് എന്നവർ ഖസീറുൽ ഇയാൽ, ധാരാളം കുടുംബത്തിൽ ധാരാളം അംഗങ്ങളുണ്ട്. വഖദ് അസാബന്നാസ മാ തറാ മിൻ ഹാദിഹിൽ അസിമ്മ, വലിയ പ്രയാസവും ക്ഷാമവും പിടിച്ചൊരു ഘട്ടമാണല്ലോ ഇപ്പോൾ. നമുക്കൊന്ന് ആ കുടുംബത്തെ ഒന്ന് ഏറ്റെടുത്ത് സഹായിച്ചാലോ? ഞാൻ അവരിൽ നിന്ന് ഒരാളെ താൽക്കാലികമായി ദത്തെടുക്കാം, നിങ്ങളും ഒരാളെ എടുത്താൽ അവർക്ക് രണ്ടാളുടെ ഭക്ഷണം പിന്നെ നോക്കണ്ടല്ലോ, നമുക്ക് ഓരോരുത്തരെയും കഫാലത്തായിട്ട് ഏറ്റെടുക്കാം. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, നമുക്കെന്നാൽ പോകാം. ഫൻതലഖ, രണ്ടുപേരും കൂടി അബൂ ത്വാലിബ് എന്നവരുടെ അടുത്തേക്ക് പോയി. അബൂ ത്വാലിബ് എന്നവരോട് വിഷയം പറഞ്ഞു, നിങ്ങളുടെ ഭാരം അല്പമെങ്കിലും കുറക്കാനാവുമോ എന്നാണ് നമ്മുടെ ചർച്ച, ഓരോരുത്തരെ ഏറ്റെടുക്കാമെന്നാണ് നമ്മുടെ വിഷയം. ഓക്കെ, ഏറ്റെടുത്തോളി. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ജഅഫർ എന്നവരെ ഏറ്റെടുത്തു. അഥവാ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മൂത്തയാളാണ്. അബൂ ത്വാലിബിൻ്റെ മറ്റൊരു മകനാണെന്നർത്ഥം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനെ ഏറ്റെടുത്ത ഉടനെ ചേർത്ത് പിടിച്ചുകൊണ്ട്, തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തങ്ങൾ സ്നേഹം കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിത്തട്ടിൽ വളരാൻ അലി റളിയല്ലാഹു അൻഹുവിന് സൗഭാഗ്യം ലഭിച്ചു. ആ കാലയളവിലാണ് ഇസ്ലാം അഥവാ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാവുകയും ബിഅ്സത്തുണ്ടാവുകയും തങ്ങൾ നബിയാവുകയും അലി റളിയല്ലാഹു അൻഹു ഉടനെ വിശ്വസിച്ച് വആമന ബിഹി വസദ്ദഖ, ഉടനെ വിശ്വസിച്ച് കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നയാൾ എന്ന സ്ഥാനം ലഭിക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിന് ഈ ഒരു കാരണത്താലാണ്. അലി റളിയല്ലാഹു അൻഹു വളരെ നേരത്തെ ഇസ്ലാമിലേക്ക് വരികയും അതോടൊപ്പം തന്നെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർബിയത്തിലായി വളരാൻ തൗഫീക്ക് ലഭിക്കുകയും ചെയ്ത മഹാനാണ് അലി റളിയല്ലാഹു അൻഹു. സ്വഹാബത്തിൽ നിന്ന് വലിയ പ്രഭാഷകനും വലിയ അറിവിൻ്റെ ഉടമയും കണക്കിൽ വലിയ കഴിവും എല്ലാ മേഖലയിലും വലിയ കഴിവും നേടിയെടുത്തതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതാണ്. ചെറുപ്പത്തിൽ തന്നെ ഏറ്റവും ഷറഫാക്കപ്പെട്ട തർബിയത്ത് അവർക്ക് കിട്ടി എന്നുള്ളതാണ്. മടിത്തട്ട് നന്നാവുക എന്നുള്ളത് പ്രധാനം തന്നെയാണ്. എന്തുകൊണ്ടാണ് സൂഫി ലോകത്തെ നേതാവായി മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അറിയപ്പെടാനുള്ള കാരണം? അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണല്ലോ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ തർബിയത്ത് ലഭിക്കുകയും ചെയ്ത ആളാണല്ലോ. എന്താണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഇത്രമേൽ വലിയ സ്ഥാനം കിട്ടിയത്? താബിഈങ്ങളിൽ പ്രമുഖനായ സൂഫികളുടെ നേതാവായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ, അവരുടെ അടിമ സ്ത്രീയായ ഖൈറ എന്ന് പറയുന്ന മഹദി, അവർക്ക് ജനിച്ച കുട്ടിയാണ് ഈ ഹസനുൽ ബസ്രി എന്ന് പറയുന്ന മഹാൻ. ഹസൻ എന്ന മഹാൻ, മുസലമ ബീവിയ ഹസൻ എന്ന പേരിട്ടേക്കുന്നത്. അപ്പൊ ഈ അടിമ സ്ത്രീ വീട്ടിന്റെ മുറ്റവും പരിസരമൊക്കെ അടിച്ചു വാരുന്ന സമയത്ത് പിന്നെ ഹസൻ എന്ന് പറയുന്ന കുഞ്ഞുമോന് ഇടയ്ക്കിടെ പാലിന് വേണ്ടി, മുലപ്പാലിന് വേണ്ടി കരയും. ഈ കുട്ടിയുടെ ഉമ്മയാണെങ്കിൽ വീട്ടിൻ്റെ അകത്തില്ലാത്തത് കൊണ്ട് യജമാനത്തിയായ അഥവാ തൻ്റെ അടിമപ്പെണ്ണിന്റെ കുട്ടിയെ യജമാനത്തിയായ ഉമ്മു സലമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ താൽക്കാലിക ആശ്വാസമായിട്ട് എടുത്തിട്ട് മടിയിലിരുത്തും. കരച്ചിലടങ്ങാത്തതുകൊണ്ട് മുലയും വായിലിട്ട് കൊടുക്കും. പാലുണ്ടാവുമോ? ഇല്ല. പക്ഷെ എങ്കിലും കുട്ടിക്ക് ആശ്വാസമാവട്ടെ, താൽക്കാലികമായ ഒരു ആശ്വാസം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുമ്പോഴേക്കും മഹദിയുടെ കറാമത്തൊന്നോണം അള്ളാഹു പാല് മഹദിയുടെ ശരീരത്തിൽ നൽകുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയുടെ പാല് കുടിക്കാനുള്ള തൗഫീക്ക് ലഭിക്കുകയും ചെയ്ത താബിഈ പ്രമുഖനാണ് സയ്യിദുന ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. പിന്നെ എങ്ങനെ നന്നാവാതിരിക്കുക? എങ്ങനെ ഇത്രമേൽ വലിയ നേതാവാതിരിക്കുക? എങ്ങനെ സൂഫികളുടെ നേതാവാതിരിക്കുക?
ആ ഹസനുൽ ബസ്രി തങ്ങൾക്ക് ഉമ്മു സലമ ബീവി രണ്ട് നിലയിലും ഉമ്മയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന നിലയിലും പാല് തന്ന ഉമ്മ എന്ന നിലയിലും ഉമ്മയാണ് എന്നർത്ഥം. അപ്പം മടിത്തട്ട് നന്നാവുക എന്നുള്ളത് കുട്ടികൾ നന്നാവാൻ അവരുടെ തർബിയത്തിന് ഏറ്റവും പ്രധാനം ആണ്. മത ഇസ്ലാം ആദ്യത്തെ സ്കൂള് തന്നെ ഉമ്മമാരുടെ മടിത്തട്ടാണ്. അടുത്ത ഒരു തലമുറ നന്നാവണമെങ്കിൽ ഇപ്പോഴത്തെ താത്താമാരുടെ മടിത്തട്ട് നന്നായി കിട്ടണം. അത് വേണം. നമ്മുടെ വിഷയം മാറുന്നുണ്ടെങ്കിലും വളരെ പ്രധാനമായ ഒരു ആശയമാണിത്. മാതാപിതാക്കൾ നന്നാവുക എന്നുള്ളത് മക്കൾ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. എനിക്ക് ഓർമ്മ വരുന്ന ഒരു ചെറിയ സംഭവം ഞാൻ പറയാം. വലിയ പണക്കാരനായ ഒരാൾ, അദ്ദേഹം കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. യാത്രാ ക്ഷീണം കൊണ്ട് വല്ലാത്ത പ്രയാസം അനുഭവിക്കുന്നുണ്ട് അദ്ദേഹം. ഒരു റുമ്മാൻ തോട്ടം കണ്ടപ്പോൾ അദ്ദേഹം അവിടെ ഇറങ്ങി. വലിയ പണക്കാരനാണ് അദ്ദേഹം, നാട്ടിലെ പ്രമാണിയാണ്, മുതലാളിയാണ്. അദ്ദേഹം തോട്ടക്കാരനോട് ചോദിച്ചു, തോട്ടത്തിൽ വേല ചെയ്യുന്ന ജോലിക്കാരനോട് ചോദിച്ചു, മോനെ നല്ലൊരു റുമ്മാൻ തരാവോ? റുമ്മാൻ കൊടുക്കുന്ന റുമ്മാനൊക്കെ ചവർപ്പും പുളിപ്പൊക്കെ ഉള്ളതാണ്. എടോ നീ എത്ര വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു? ഇത്ര വർഷം. ഇത്രയും വർഷം ജോലി ചെയ്തിട്ട് ഒരു മധുരമുള്ള റുമ്മാൻ തരാനൊന്നും നീ ഇതുവരെ പഠിച്ചിട്ടില്ലേ? ഇത്ര വർഷം ജോലി ചെയ്താൽ മധുരമുള്ള റുമ്മാൻ തിരിച്ചറിയാനുള്ള കഴിവില്ലേ എന്നല്ലേ നിങ്ങളുടെ ചോദ്യം? അതിനൊരു വട്ടമെങ്കിലും തിന്നു നോക്കണ്ടേ? ഞാൻ ഇതുവരെ തിന്നിട്ടില്ല. ഈ തോട്ടം നനക്കാനും റുമ്മാൻ പറിച്ചു കൊടുക്കാനും വീട് പോയ റുമ്മാന് നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കാനും മാത്രമേ എനിക്ക് സമ്മതമുള്ളൂ, പെർമിഷനുള്ളൂ. സ്വന്തമായിട്ട് കഴിക്കാൻ ഇതുവരെ എനിക്ക് പെർമിഷൻ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുപോലും ഇവിടുത്തേത് അനുഭവിച്ചിട്ടും ഇല്ല. ഈ പണക്കാരനെ ഈ തോട്ടക്കാരനോട് വല്ലാത്ത മതിപ്പ് തോന്നി. എന്താ നിന്റെ പേര്? മുബാറക്ക്. അടിമയാണോ? അതെ. ആരുടെ അടിമയാണ്? ഇന്നാലും നാളുടെ അടിമയാണ്. ഉടനെ ഈ പണക്കാരൻ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഭാര്യയോട് വിശദാംശങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞു, നമ്മുടെ മകൾക്ക് പറ്റിയ ഒരു ചെറുക്കനെ കണ്ടെത്തിയിട്ടുണ്ട്. എന്താ കാരണം? ബെൻസ് കാറോ, ജർമ്മൻ കമ്പനിയിൽ ജ്വല്ലറിയിൽ 1 lakh സാലറി വാങ്ങിയിട്ടുള്ള ജോബോ? അല്ല. പിന്നെന്താ? കണ്ടെത്തിയ ക്വാളിഫിക്കേഷൻ എന്താ? സത്യസന്ധത, നീതിബോധം, അള്ളാഹുവിലുള്ള തഖ്വ. അത് തന്നെ. ഭാര്യയോട് വിശദമായി സംസാരിച്ചപ്പോൾ ഭാര്യ തിരികെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞല്ലോ ഒക്കെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, പക്ഷേ കുഫു വെക്കണ്ടേ? കുഫു വെക്കണമെങ്കിൽ നമ്മുടെ മകൾ ഹുറത്താണ്, സ്വതന്ത്രയായ മകളാണ്. സ്വതന്ത്രയായ ആൾക്കാർക്ക് അടിമച്ചക്കൻ കുഫു വെക്കൂല എന്ന് ഫിഖിഹില് സ്ഥിരപ്പെട്ട കാര്യമല്ല. അപ്പോൾ നമ്മുടെ മകൾക്ക് എങ്ങനെയാ അടിമയായ ഒരാൾ ഭർത്താവായിട്ടുണ്ടാവുക? കുഫു വെക്കൽ പ്രധാനം തന്നെയല്ലേ? നമുക്കതിനൊരു പണി ചെയ്യാം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറയും. ഈ മുബാറക്ക് എന്ന ചെറുപ്പക്കാരൻ്റെ മുതലാളിയെ കണ്ടു. അദ്ദേഹത്തോട് വില കൊടുത്ത്, വലിയ വില കൊടുത്തുകൊണ്ട് ഈ മുബാറക്ക് എന്ന ആളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ട് സ്വതന്ത്രനാക്കി. എന്തിനെ? മകൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ. ആലോചിച്ചു നോക്കണം. അങ്ങനെ കെട്ടിച്ചു കൊടുത്തു. ആ ദമ്പതിമാരിൽ നിന്ന് വിരിഞ്ഞ സൂനമാണ് സയ്യിദുന അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. ആലോചിച്ചു നോക്കൂ, ചിന്തിച്ചു നോക്കൂ. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് തങ്ങൾ ആരാ? ഹദീസിന്റെ കുലപതി, ബുഖാരി, മുസ്ലിം റഹിമഹുമുള്ള അവരുടെ എല്ലാം ഉസ്താദിന്റെ ഉസ്താദ്. ആലോചിച്ച് നോക്കണം. അത്രയും വലിയ മഹാൻ. ഹദീസിൽ ഇപ്പൊ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ മുത്തലഖൻ അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളാണ്. താബീങ്ങളുടെ കൂട്ടത്തിൽ, ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ താബീങ്ങളെ പറ്റിയിട്ട് മുത്തലഖൻ നിരുപാധികം അബ്ദുള്ള എന്ന് പറഞ്ഞാൽ അതാരാ? അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. വലിയ പണ്ഡിത ശ്രേഷ്ഠൻ. വഫാത്താകുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു. എന്താ നിങ്ങൾ ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുത്തത് കൊണ്ടാണ് ചിരിക്കുന്നത് എന്ന അർത്ഥത്തിൽ മറുപടിയും പറഞ്ഞ് പോയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട് ആ സൂനം വരുന്നത്? ദമ്പതിമാർ നന്നായതുകൊണ്ട്. തഖയ്യറു നുതൂഫക്കും, നിങ്ങളുടെ ബീജം നിക്ഷേപിക്കേണ്ട സ്ഥലം നിങ്ങൾ ഏറ്റവും വളരെ കൃത്യമായി സെലക്ട് ചെയ്യണം. ദീനാണ് നോക്കേണ്ടത്. ഫൗഫർ ബിദാത്തി ദീൻ, വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. മടിത്തട്ട് നന്നാവുക എന്നുള്ളത് മക്കൾ നന്നാവാൻ, അവിടെ വളർന്നു വരുന്ന മക്കളും എല്ലാവരും നന്നാവാനുള്ള ഏറ്റവും നല്ല വഴിയായിട്ടാവണം നമ്മൾ കാണേണ്ടത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയ മഹത്വത്തിന് കാരണങ്ങളിൽ ഒന്ന് അതാണ്.
വളരെ ചെറുപ്പത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിക്കുകയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ നന്മ പകർത്തുകയും ചെയ്ത മഹാനാണ്. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് സിദ്ദീഖ് തങ്ങളാണോ അലി റളിയല്ലാഹു അൻഹു ആണോ എന്ന പണ്ഡിത ചർച്ചയിലെ അവസാനത്തെ വർത്തമാനം പറയുന്നത് ലിഅന്ന അലിയൻ അഖ്ഫാ ഇസ്ലാമഹു അൻ അബീ ത്വാലിബ്, തൻ്റെ വാപ്പയായ അബൂ ത്വാലിബിൽ നിന്ന് ഇസ്ലാം ഗോപ്യമായി വെച്ചതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം ആദ്യമായി അറിയപ്പെടാതിരുന്നത്. അതേസമയം വഅസ്ലമ അബൂബക്കറിൻ വഅദ്ഹറ ഇസ്ലാമഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ച ഉടനെ എല്ലാവരെയോടും വിഷയം ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഇസ്ലാം നേരത്തെ അറിഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മക്കയുടെ താഴ്വരയിൽ ഒന്നിച്ച് നിസ്കരിക്കാൻ പോവുകയും കൂടെ നിസ്കരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എല്ലാ ഇബാദത്തുകളും കണ്ടു പഠിക്കുകയും ചെയ്ത മഹാനാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ വേളയിലും കൂടെ നിന്ന മഹാൻ, എല്ലാ സമയത്തും തങ്ങൾക്ക് സഹായിയായിട്ട് ഉണ്ടായതുകൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിനെ ഇമാം ബൂസീരി റഹിമഹുല്ലാഹ് അവിടുത്തെ ഹംസിയയിൽ വിശദീകരിക്കുന്നത് തന്നെ വവസീറു ഇബ്നു അമ്മിഹി ഫിൽ മാലി വവസീറു ഇബ്നു അമ്മിഹി ഫിൽ മആലി വമിനൽ അഹ്ലി തസ്അദുൽ വുസറാഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസീറാണ്, ഐ അൽ നാസിറാണ്, സഹായിയാണ്. അതിന് വിശദീകരണം ഇബ്നു അജീബ് തങ്ങൾ നൽകുന്നത് കാണാം. വലാ ശക്ക അന്ന സയ്യിദന അലിയൻ റളിയല്ലാഹു അൻഹു കാന നാസിറൻ ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾക്ക് എല്ലാ ഘട്ടത്തിലും സഹായിയായിരുന്നു. വമുഈനൻ ലഹു അലാ ഇൽഹാരിദ്ദീനി, ദീൻ എവിടെയെല്ലാം പ്രകടമാക്കേണ്ടതുണ്ടോ അവിടെയൊക്കെ കൂടെ നിന്ന ആളായിരുന്നു. വശഹിദമാഹുൽ മശാഹിദ്, എല്ലാ പോരാട്ടങ്ങളിലും കൂടെ നിന്ന ആളാണ് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അള്ളാഹു അവരുടെ ബർക്കത്തുകൊണ്ട് നമ്മളെ ഒക്കെ നന്നാക്കി തരുമാറാവട്ടെ. നോക്കൂ, ഹിജ്റയുടെ രാത്രി എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റന്റെ രാത്രി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞല്ലോ, ഇന്ന് രാത്രി തങ്ങൾ സാധാരണ കിടക്കുന്ന വിരിപ്പിൽ കിടക്കരുത്. കാരണം ലിഅന്ന ഖുറൈശികൾ തങ്ങളെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഫലമ്മാ കാനത് അസ്മത്തും മിനൽ ലൈൽ, രാത്രിയുടെ ഇരുട്ടങ്ങായപ്പോൾ അവരെല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാതിലിൻ്റെ അടുത്ത് ഒരുമിച്ച് കൂടി. എപ്പോഴാണോ തങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നത് ചാടി വീഴാം എന്നാണ് അവർ വിചാരിച്ചേക്കുന്നത്. ചരിത്രം വിശദീകരിക്കല്ല. ഹബീബായ തങ്ങൾ ഈ വിഷയം തങ്ങൾക്ക് മനസ്സിലായപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളോട് പറഞ്ഞു, നം അലാ ഫിറാശി, മോനെ നീ ഇന്ന് എൻ്റെ വിരിപ്പിൽ ഉറങ്ങണം, എൻ്റെ പുതപ്പ് നീയാണ് പുതക്കേണ്ടത്. ഫനം ഫീഹി, നീ എവിടെയോ കിടക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു വഴിയിലൂടെ വാതിലിലൂടെ പുറത്തേക്ക് കടക്കുകയും ഒരു പിടി മണ്ണെടുത്തുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന ആയത്ത് വരെ ഓതിക്കൊണ്ട് എല്ലാവരിലേക്കുമായി മണ്ണ് വിതറി. അവിടുത്തെ മുഅ്ജിസത്ത് എന്നോണം എല്ലാവരുടെ തലയിലും മണ്ണെത്തുകയും കുറഞ്ഞ നേരത്തേക്ക് അവർക്കൊന്നും കണ്ണ് കാണാത്ത ഒരവസ്ഥ വരികയും ചെയ്തു. ഒരാൾ വന്നിട്ട് ചോദിച്ചു, കുറേ നേരം കഴിഞ്ഞിട്ട് ഒരാൾ വന്ന് ചോദിച്ചു, നിങ്ങളെന്താ ആരെയാ കാത്തിക്കുന്നത്? മാത്തം തളിറൂന ഹൗന, നിങ്ങൾ ആരെയാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്? അവർ പറഞ്ഞു, മുഹമ്മദിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ വന്നയാൾ പറഞ്ഞു, നിബിതങ്ങളെയാ പറയണത്, അവരൊക്കെ നേരത്തെ പോയല്ലോ. അപ്പോൾ ശത്രുക്കൾ പറഞ്ഞു, ആ കിടന്നുറങ്ങുന്നത് മുഹമ്മദാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കിടന്നുറങ്ങുന്നത് തങ്ങളാണ് എന്ന് അവർ സൂചിപ്പിച്ചു. അവരുടെ തലയിലെ മണ്ണെല്ലാം മാറ്റിക്കൊണ്ട് അവരുടെ കണ്ണും എല്ലാം ശരിയാക്കിക്കൊണ്ട് കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഫഖാമ അലിയുൻ റളിയല്ലാഹു അൻഹു അനിൽ ഫിറാഷ്, വിരിപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആളെ അലി റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, അലി റളിയല്ലാഹു അൻഹുവിന് യഥാർത്ഥത്തിൽ ആ വിരിപ്പിൽ കിടക്കുന്ന സമയത്ത് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ടാണ്, സ്വന്തം ശരീരം സമർപ്പിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. തങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഏത് സമയത്തും ചാടി വീണിട്ട് എന്നെ കൊല്ലാം എന്ന അലി റളിയല്ലാഹു അൻഹുവിനും അറിയാം. പക്ഷെ അലി റളിയല്ലാഹു അൻഹു മറിച്ചൊന്നും ചിന്തിക്കാതെ അവിടുത്തെ ശരീരം, സഹാബത്തിന്റെ എല്ലാവരുടെയും ശൈലി അങ്ങനെയാണല്ലോ, വജാദൂ ബി അംവാലിൻ വബാഊ നുഫൂസഹും ലിദീനിൽ ഹുദാ ഫീ കുല്ലി
മൗതീനി ഗസ്വതി. ഏറ്റവും വിലപിടിപ്പുള്ളതെല്ലാം ദീനിന് സമർപ്പിച്ചവരാണ് സ്വഹാബത്ത്. ആ സ്വഹാബത്ത് വിജയിച്ചത് അവർക്ക് ഏറ്റവും വിലമതിക്കുന്നത് എന്താണോ അത് മുഴുവനും അള്ളാഹുവിൻ്റെ ദീനിന് അവർ സമർപ്പിച്ചവരാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്നാണല്ലോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനം ചെലവഴിക്കുന്നവരെ നിങ്ങൾക്ക് സ്വർഗം കിട്ടൂല. ഇത് കേട്ടപ്പോൾ നമ്മുടെ EK ഹസൻ ഉസ്താദ് പറഞ്ഞത്രേ, ഖദ്ദസല്ലാഹു സിർറ, അള്ളാഹു അവരുടെ ബർക്കത്തുകൊണ്ട് നമുക്കൊക്കെ ദീനീ പ്രവർത്തനത്തിൽ ഇഖ്ലാസ് നൽകുമാറാവട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടം റബ്ബേ എൻ്റെ ശരീരമാണ്. ആ ശരീരം ഞാൻ നിൻ്റെ ദീനിന് സമർപ്പിച്ചു. കേരളം കണ്ട മുഖ്ലിസായ പ്രബോധകൻ. സ്വഹാബത്തിൽ നിന്നാണ് അവരൊക്കെ പാഠം പഠിക്കുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹ്ക്ക് സമർപ്പിക്കുക. എന്താണ് ഏറ്റവും നമുക്കിഷ്ടം? സമ്പത്താണോ ശരീരമാണോ? അതാണ് സ്വഹാബത്തിൻ്റെ ശൈലി. താൻ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് കൊല്ലപ്പെട്ടേക്കാമെന്ന് അലി റളിയല്ലാഹുവിന് ബോധമുണ്ട്. പക്ഷെ അലി റളിയല്ലാഹുവിന് മറിച്ചൊന്നും ചിന്തിക്കാതെ തങ്ങളുടെ വിരിപ്പിൽ കിടന്നത് ആർക്ക് വേണ്ടി? ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് പറഞ്ഞത്, എല്ലാ സമയത്തും സഹായിയായ ദീക്ഷണാശാലിയായ ആളാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, അൻത അഖി ഫിദ് ദുനിയ വൽ ആഖിറ. മോനെ അലിയാറെ, നീ ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ സഹോദരനാണ്. വേറെ ആരോടാ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്? ദുനിയാവിലും ആഖിറത്തിലും നീ എൻ്റെ കൂടപ്പിറപ്പാ മോനെ എന്ന് പറഞ്ഞ് മഹത്വം ലഭിച്ച ആളാണ് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എല്ലാ സമരത്തിലും കൂടെ ഉണ്ടായിരുന്നു. എല്ലാ സമരത്തിലും പതാകവാഹകനായിട്ട് പല ഘട്ടങ്ങളിലും മുന്നണി പോരാളിയായി ഉണ്ടായ ആളാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ബദറിലും പിന്നീടുണ്ടായ എല്ലാ സമരത്തിലും വലമ്മാ ഖുതില മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു യൗമ ഉഹദ്. ഉഹദ് ദിവസം മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോൾ ഉടനെ തന്നെ പതാക അലി റളിയല്ലാഹു അൻഹുവിനെ കൈമാറാനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്തിനധികം പറയണം, ഉഹദിൽ മുസ്ലിമീങ്ങൾ ഏറെ പ്രതിസന്ധി നേരിട്ട യുദ്ധമായിരുന്നല്ലോ ഉഹദ് എന്ന് പറയും. ആ ഉഹദിൽ പ്രതിസന്ധിയുടെ മൂർധന്യഭാവത്തിൽ വല്ലാത്ത പ്രതിസന്ധി വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ തന്നെ തളർന്നിരിക്കുമ്പോൾ തങ്ങൾ അൻസ്വാറുകളോട് പറഞ്ഞത്, അലിയാർ ഇവിടെ വിളിക്കൂ, അലിയാറോട് മുന്നിട്ടിറങ്ങാൻ പറയൂ. തങ്ങൾക്കറിയാം അലിയാർ ഇറങ്ങിയ കാര്യം ക്ലിയർ ആവും. അത്രയും വലിയ ധീരനാണ് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ബദറിലും ഉഹദിലും അങ്ങനെ എല്ലാ പോരാട്ടത്തിലും മുന്നണി പോരാളിയായ ആൾ. കണ്ടില്ലേ, ബദറിൽ ശത്രുക്കൾ വന്നിട്ട് വെല്ലുവിളിച്ചു. ഉത്തുബത്തും ശൈബത്തൊക്കെ വന്ന് വെല്ലുവിളിച്ചു. ബദറിൻ്റെ ചരിത്രം വിശദീകരിക്കല്ല. വെല്ലുവിളിച്ചപ്പോൾ മഹാനായ ഔഫ് റളിയല്ലാഹു അൻഹുവും മുഅബ്ബിദ് റളിയല്ലാഹു അൻഹു അഥവാ ഹാരിസ് എന്നവരുടെ രണ്ട് മക്കളും മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഇറങ്ങിയിട്ട് നമ്മൾ അവരെ നേരിട്ടോളാം എന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പം ധിക്കാരികളായ മക്കക്കാഫിരീങ്ങൾ അവർ ചോദിച്ചു, മന്നന്തു, നിങ്ങൾ ആരാ? റഹ്തും മിനൽ അൻസ്വാർ, അൻസ്വാരിയങ്ങളിൽ നിന്ന് 3 ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ധിക്കാരം നോക്കണം. കാലു, അവർ പറഞ്ഞു, മാനനാമിക്കും മിൻ ഹാജ, നിങ്ങളെ നമുക്ക് ആവശ്യമില്ല. നമ്മളോട് നേരിടാൻ പറ്റിയ ആ മക്കത്തുനിന്ന് പോയ ടീമില്ലേ, അവരില്ലേ ആരും? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഖും യാ ഉബൈദത്ത് ബിനുൽ ഹാരിസ്, ഉബൈദത്തെ എഴുന്നേറ്റ് പോ മോനെ. വഖും യാ ഹംസ, മോനെ ഹംസ എഴുന്നേൽക്കൂ. വഖും യാ അലി, അലി റളിയല്ലാഹു അൻഹുവിനെ വേണം നബി തങ്ങൾക്ക് എല്ലാ ഘട്ടത്തിലും. അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ ബദറിലെ മുന്നണി പോരാളിയാണ് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉഹദിലും ഖന്തക്കിലും ബനൂ ഖുറൈള പോരാട്ടത്തിലും എല്ലാ യുദ്ധങ്ങളിലും എല്ലാ സമരത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടെ നിൽക്കുകയും ഹൈബറിലെല്ലാം ചരിത്രം ഏറെ വിശദീകരിക്കേണ്ട ഭാഗമാണ്. ഹുനൈനിലും എല്ലാ ഘട്ടങ്ങളിലും ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളും കൂടെ നിൽക്കുന്ന ആളുമായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതേ സമയത്ത് അലി റളിയല്ലാഹുവിൻ്റെ ഈമാൻ നോക്കണം. തബൂക്ക് യുദ്ധത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ഇവിടെ മദീനയിൽ തന്നെ നിന്നോളി. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ലാഭമല്ല വിചാരിക്കണത്. ആ പദ്ധതിയിൽ ആ സമിതിയിൽ ഞാനില്ലല്ലോ, രക്ഷപ്പെട്ടു എന്നല്ല വിചാരിക്കണത്.
പിന്നെ അലി റളിയല്ലാഹു എന്താ വിചാരിക്കണമെന്നറിയോ? മുത്തുനബിയെ, എന്നെ ഈ പെണ്ണുങ്ങളെയും കുടുംബക്കാരെയും ചെറിയ കുട്ടികളൊക്കെ സംരക്ഷിക്കാനാക്കണോ? ഞാനൊരു ഭീരുവായി പോവോ? എന്നെ യുദ്ധത്തിനൊന്നും കൂട്ടാത്തെന്ത്? അപ്പോഴാണ് തങ്ങളൊരു ചോദ്യം, അഫലാ തർള യാ അലി അൻ തകൂന മിന്നി ബിമൻസിലതി ഹാറൂൻ മിൻ മൂസ അലൈഹിസ്സലാം ഇല്ലാ അന്നഹു ലാ നബിയ്യ ബഅദി. മൂസാ നബി അലൈഹി സ്വലാമിനെ എത്രത്തോളം വേണ്ടപ്പെട്ട ആളായിരുന്നോ ഹാറൂൻ നബി അലൈഹി സ്വലാം. ഹാറൂൻ നബി അലൈഹി സ്വലാമും മൂസാ നബി അലൈഹി സ്വലാമും കുടുംബക്കാരാണ്. ഹാറൂൻ നബിക്കാണ് മൂസാ നബിയേക്കാൾ പ്രായമെങ്കിലും ശ്രേഷ്ഠത മൂസാ നബി അലൈഹി സ്വലാമിനാണ്. ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മൂസാ നബിയും തമ്മിലുള്ള സ്ഥാനം എങ്ങനെയാ നമുക്ക് മനസ്സിലാക്കുക? മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ പ്രബോധന ഘട്ടത്തിൽ കൂടെ നിൽക്കാൻ എനിക്കൊരു കൂട്ടാളിയെ വേണം നബിയെ, മഹാനായ മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പറയുന്നു. പണ്ട് കാലത്ത് ഫിറഔനിന്റെ അടുത്തുനിന്ന് ഒരു തീക്കനൽ വായിലിട്ട ഒരു സംഭവം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാമിന് സംസാരത്തിൽ ചിലപ്പോൾ ചില സ്പീഡ് കിട്ടില്ല. പ്രബോധകനാവുമ്പോൾ സംസാരം നല്ല ഫ്ലുവൻ്റ് ആയിട്ട് വേണമല്ലോ സംസാരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഹുവ അഫ്സഹു മിന്നി, എന്നേക്കാൾ നന്നായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഹാറൂൻ എന്ന എൻ്റെ കുടുംബക്കാരനെ എനിക്ക് സഹായിയായിട്ട് വേണമല്ലോ. കണ്ടോ സംഘാടനം കണ്ടോ? നമ്മൾ പ്രധാന ഭാരവാഹിത്വത്തിൽ ഇരിക്കുമ്പോൾ എക്സിക്യൂട്ടീവ് മെമ്പർ, ജോയിന്റ് സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ജോയിന്റ് കൺവീനർ, നമ്മളത്ര സ്ഥാനം സംഘടനാപരമായിട്ട് അവർക്കില്ലെങ്കിലും അവരുടെ കഴിവ് അംഗീകരിക്കണം. മൂസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചിരുന്ന ഒരു തിയറിയാണത്. ഞാൻ എന്നെ എല്ലായിടത്തും പ്രസംഗിച്ചോളാം, ഞാൻ എന്നെ എല്ലായിടത്തും സ്വാഗതം പറഞ്ഞോളാം എന്നല്ല. ഹുവ അഫ്സഹു മിന്നി, എന്നേക്കാൾ നന്നായി സംസാരിക്കാനുള്ള കഴിവ് അവർക്കുണ്ട്, അതുകൊണ്ട് എനിക്ക് കൂടെ നിർത്തിത്തരോ എന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. നമുക്ക് നബിമാരുടെ ചരിത്രത്തിൽ നിന്ന് എന്തെല്ലാം പഠിക്കാനുണ്ട്, ആഖ്യാനങ്ങൾ നമുക്ക് നൽകാനുണ്ട്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാമിന് വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു ഹാറൂൻ നബി അലൈഹി സ്വലാം എന്നർത്ഥം. അപ്പോൾ ഹാറൂൻ നബിക്ക് മൂസാ നബി കൊടുത്ത സ്ഥാനമുണ്ടല്ലോ മോനെ, ആ സ്ഥാനമാണ് ഞാൻ നിനക്ക് തരുന്നത്. തൃപ്തിയായില്ലേ? ഓ തൃപ്തിയായി, ഞാൻ മദീനയിലേക്ക് തിരിച്ചു പോയിക്കോളാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര തിരിച്ചപ്പോൾ മദീനയിലേക്ക് തിരിച്ചുപോയതായി സഹീഹുൽ ബുഖാരിയിൽ തന്നെ സംഭവം കാണാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ഘട്ടത്തിലും കൂടെ നിൽക്കുകയും സഹായാവുകയും ചെയ്തു. എത്രത്തോളം അലി റളിയല്ലാഹു അൻഹുവിന് സ്ഥാനമുണ്ട് എന്ന് തിരിച്ചറിയാൻ ചെറിയൊരു വിവരണം പറയാം. ഖൈബർ യുദ്ധം നടക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പരതുകയാണ്. അപ്പൊ തങ്ങളോട് ചോദിച്ചു, തങ്ങൾ ആരെയാ പരതുന്നത്? അലിയാർ തങ്ങളെ. എന്താ കാരണം വരാത്തത്? അലി റളിയല്ലാഹു അൻഹുവിന് കണ്ണിന് രോഗമാണ്, ചെങ്കണ്ണാണ് എന്ന് ശുറാഹ് പറയുന്നുണ്ട്. കണ്ണിന് രോഗമാണ്. അലി റളിയല്ലാഹു അൻഹു അന്ന് യുദ്ധത്തിന് പങ്കെടുത്തിട്ടില്ല. വൈകുന്നേരമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ പതാക ഞാൻ ഒരാൾക്ക് കൊടുക്കും, നാളെ കൊടുക്കും. റജുലൻ, ഒരാൾക്ക്. യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, യുഹിബ്ബുഹുല്ലാഹു, അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെ? അവർ അള്ളാഹുവിനെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല, അങ്ങനെയും റിപ്പോർട്ടുണ്ട്. വേറെ റിപ്പോർട്ടിൽ കാണാം, യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, അള്ളാഹും റസൂലും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാണ് ഞാൻ ഈ പതാക കൊടുക്കുന്നത്. അവന് മുഖേന നാളെ സമരം വിജയിക്കും. അലി റളിയല്ലാഹു അൻഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞത് എന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. നമ്മളെല്ലാവരും, സഹാബത്ത് പറയുന്നത്, പലരും പ്രതീക്ഷിച്ചു. രാവിലെ തന്നെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നോക്കി, മുന്നിൽ നിന്നിട്ട് മുത്തുനബി തങ്ങളുടെ ഈ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടുന്ന ഒരാൾ എന്ന സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബഹുമതി ഉണ്ടല്ലോ, അതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാർ തങ്ങളെ വിളിപ്പിച്ചു. അലി റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് തടവിയിട്ട്, ഉമനീര് ചേർത്ത് തടവിയിട്ട് കണ്ണിൻ്റെ രോഗം മാറ്റിക്കൊടുത്തു. കം അബ്റഅതു വസിബൻ ബിൽ ലംസി റാഹത, അവിടുത്തെ കൈകൊണ്ട് തടവിയാൽ മാറാത്ത രോഗങ്ങളുണ്ട്. എത്ര മഹാന്മാർക്ക് ആ സ്വപ്നത്തിൽ അവിടുന്ന് തടവിക്കൊടുത്തത്. ഇപ്പോഴും തടവിക്കൊടുക്കുന്ന, തടവപ്പെടുന്ന മഹാന്മാരൊക്കെ ഉണ്ട്. അള്ളാഹുവെ, നമ്മളെ ഒക്കെ ഒന്ന് നന്നാക്കി റസൂലുള്ളാഹിനോട് അടുപ്പിക്കണേ റഹ്മാനെ. നമ്മുടെ ഖൽബും നമ്മുടെ ശരീരവും എല്ലാം ശുദ്ധിയാക്കി തരണേ അല്ലാഹ്. സ്വഹാബത്തിനെ പറയുമ്പോൾ നിനക്കും നിന്റെ ഹബീബിനും വലിയ ഇഷ്ടമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയത്. നമ്മളെ നീ കബൂലാക്കണേ റഹ്മാനെ.
നക്ഷത്ര തുല്യരായ സ്വഹാബത്ത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ അലിയാർ തങ്ങൾക്ക് ആ പതാക കൈമാറി മഹാനവറുകൾ വഴി ആ പോരാട്ടം വിജയിച്ചു. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അലിയാർ തങ്ങളോട് അത്രയും ഇഷ്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതാണ് അന്ത മിന്നി വ അന മിൻക, നീ എന്നിൽ നിന്നുള്ള ആളാണ്, ഞാൻ നിന്നിൽ നിന്നുമാണ്, നമ്മൾ ഒന്നാണ് മോനെ എന്ന് പറയാനുള്ള കാരണം. ഹബീബായ തങ്ങൾ ഒരു തവണ പറയുന്നുണ്ട്, അലിയാർ തങ്ങളെ ഇഷ്ടപ്പെടുന്നവരെല്ലാം മുഅ്മിനീങ്ങളാണ്, അലിയാർ തങ്ങളോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നവർ മുനാഫിഖീങ്ങളാണ്. അങ്ങനെയുണ്ടല്ലോ, പിൽക്കാലത്ത് വന്ന ആൾക്കാരിൽ അലിയാർ തങ്ങളോട് വെറുപ്പുള്ളവരും ഓവർ സ്നേഹമുള്ളവരും ഉണ്ട്. ഷിയയൊക്കെ ആ വിഭാഗമാണ്. അങ്ങനെയൊന്നും പാടില്ല. ഇസ്ലാം വളരെ കൃത്യമായിട്ട് ഓരോന്നും കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ഘട്ടത്തിലും കൂടെ നിന്ന ആളാണ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ. എല്ലാ ഘട്ടത്തിലും വലിയ ബുദ്ധിമാനാണ്. ആ ഭാഗം പറയുകയാണെങ്കിൽ എത്ര പറയാനുണ്ട്. അനന്തര സ്വത്തിന്റെ വിശദാംശങ്ങൾ പറയുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. അലിയാർ തങ്ങളുടെ ബുദ്ധി കൂർമ്മത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ, അറിവിന്റെ പട്ടണം ഞാനാണെങ്കിൽ അതിന്റെ കവാടം അലിയാറാണ്. അത്രയും വലിയ പണ്ഡിതനാണ് അലി റളിയല്ലാഹു അൻഹു. നിമിഷ നേരം കൊണ്ട് കവിത വേണമെങ്കിൽ കവിത. ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഹൗല് മസ്അലയുടെ അനന്തര സ്വത്തിന്റെ ചർച്ചയിൽ ഫിഖഹിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നു, ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകളോട് ഇതുവരെ നിലവിൽ ഖുർആനിലോ ഹദീസിലോ നേരെ ഇല്ലാത്തതും അന്ന് വരെ പ്രാബല്യത്തിൽ നേരെ കാണാത്തതുമായ ഒരു മസ്അല ഒരാൾ ചോദിച്ചു. ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന ശൈലി, ആ ട്യൂൺ, ആ സ്ലാങ് ഏത് ശൈലിയിലാണോ അതേ ശൈലിയിൽ ഉടനടി മറുപടി ഹൗലിന്റെ മസ്അലയിലേക്ക് നീട്ടി മസ്അല എന്ന് പറഞ്ഞു കൊടുത്തത്ര. ഓൺ ദി സ്പോട്ടിൽ. നേരത്തെ കിതാബിൽ സ്ഥിരപ്പെട്ടതോ അല്ലെങ്കിൽ നേരത്തെ പറയപ്പെട്ടതോ ആയ മസ്അലയാണ് അങ്ങനെ പറയുന്നെങ്കിൽ അതിന് വലിയ അത്ഭുതമില്ല എന്ന് പറയാം. ഇതുവരെ അന്ന് വരെ പ്രാബല്യത്തിൽ അങ്ങനെ ഒരു കേസ് വരാത്തെടുത്താണ് പുതിയൊരു മസ്അല മഹാനവറുകളുടെ ഇജ്തിഹാദിലൂടെ അങ്ങോട്ട് പറയുന്നത്. ഒറ്റൊരു ഉദാഹരണം പറയാം. രണ്ടാൾക്കാർ യാത്ര ചെയ്യുമ്പോൾ ഒരാളുടെ കയ്യിൽ 5 ബ്രെഡ് ഉണ്ട്, മറ്റേയാളുടെ കയ്യിൽ 3 ബ്രെഡും ഉണ്ട്. ഈ രണ്ടുപേരും യാത്രാമധ്യേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ഒരു വഴിപോക്കനായിട്ട് ഒരാളെ കാണുന്നുണ്ട്. അയാളെ വിളിച്ചു. അറബികളുടെ ഒരു ശൈലിയാണ്, മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ വിരുന്നൂട്ടാൻ അവർക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെയാണല്ലോ നമ്മൾ വേണ്ടത്. കൂടെ ഇരുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെ 3 പേരും കൂടി ഭക്ഷണം കഴിച്ചു. ഈ ബ്രെഡ് കഷ്ണാക്കി കഴിച്ചു എന്നർത്ഥം. ഈ അതിഥിയായി വന്ന ആൾ, ഇവർ രണ്ടല്ലാത്ത മൂന്നാമതായി വന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹം ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുമ്പോൾ 8 ദിർഹം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ എടുത്തുള്ളി. അയാൾ പോയി. ഈ 5 ബ്രെഡ് കൊണ്ടുവന്ന ആളും 3 ബ്രെഡ് കൊണ്ടുവന്ന ആളുമാണല്ലോ ഉള്ളത്. 5 ബ്രെഡ് കൊണ്ടുവന്ന ആൾ പറഞ്ഞു, ഞാൻ 5 ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് 5 ദിർഹം വേണം. നീ 3 ബ്രെഡാണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് നിനക്ക് 3 ദിർഹമും വിഹിതത്തിൽ നിനക്ക് പകച്ച് നൽകാം, ഞാൻ 5 ദിർഹമും എടുക്കാം, ടോട്ടൽ 8 ദിർഹം. അപ്പോൾ അയാൾ അത് സമ്മതിച്ചില്ല. അയാൾ പറഞ്ഞു, നമ്മൾ തുല്യമായിട്ട് എടുക്കാനാണ് അയാൾ ഉദ്ദേശിച്ചത്, അതുകൊണ്ട് നമ്മൾ ഈക്വൽ ആണെങ്കിൽ 4-4 പോകണം, 5-3 പോയാൽ ശരിയാവില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, നീ ആകെ 3 ബ്രെഡല്ലേ കൊണ്ടുവന്നുള്ളൂ, ഞാൻ 5 ബ്രെഡ് കൊണ്ടുവന്നില്ലേ, അപ്പോൾ എനിക്ക് 5 വേണം, നിനക്ക് 3. ഇവർ തർക്കം മൂത്തപ്പോൾ മസ്ലഹത്തിന് ഖലീഫയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തി. അലി റളിയല്ലാഹു ചോദിച്ചു, എന്താ വിഷയം? ഞാൻ 5 ബ്രെഡ് കൊണ്ടുവന്നു, ഇയാൾ 3 ബ്രെഡ് കൊണ്ടുവന്നു, നമ്മൾ കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് പുതിയൊരാൾ വന്നു, കാര്യങ്ങൾ മൊത്തമായിട്ട് അവർ വിശദീകരിച്ചു. അലി റളിയല്ലാഹു പറഞ്ഞു, ദിർഹമൊക്കെ അവിടെ മേശപ്പുറത്ത് വെക്ക്. ഉദാഹരണം, മേശാന്ന് ഉദാഹരണം പറഞ്ഞു, അവിടെ വെക്കൂ. അവിടെ വെച്ചു. 1 ദിർഹം എടുത്തിട്ട് 3 ബ്രെഡ് കൊണ്ടുവന്ന ആൾക്ക് കൊടുത്തു. 1 ദിർഹം, ഇത് നിനക്കുള്ളതാണെന്ന്. 7 ദിർഹം ഉണ്ടല്ലോ, അത് 5 ബ്രെഡ് കൊണ്ടുവന്ന ആൾക്കും കൊടുത്തു. ഇവരാകെന്തോ തലക്ക് തേങ്ങയേറ്റം വീണ മതിരി ഒന്നും തിരിയിടില്ല. നേരത്തെ 3 ദിർഹം കിട്ടിയിട്ട് 4ലേക്ക് എത്തിക്കാനാണ് ചർച്ച നടത്തിയത്. അയാൾക്ക് കിട്ടിയത് 1 ദിർഹം. സങ്കടഹരജിയായിട്ട് വന്ന ആള് പരമസങ്കട ഹരജിയായിട്ട് തിരിച്ചു പോകണമെന്ന് അർത്ഥം. മറ്റേയാളൊക്കെ എന്തോ 4G ആയിട്ട് ഫ്രീ കിട്ടിയ മതി. അയാൾക്കൊന്നും തിരിയുന്നില്ല. 5 ഒതുക്കേണ്ടത് 7ലേക്ക് എത്തി. അലി റളിയല്ലാഹു ഇവരുടെ അമ്പരപ്പ് കണ്ടപ്പോൾ മനസ്സിലായി,
ഈ ചങ്ങായിമാർക്ക് കാര്യപ്പിടുത്തം കിട്ടിയില്ല. അലി റളിയല്ലാഹു പറഞ്ഞു, കാര്യം മനസ്സിലായില്ല. എന്നാ പറയാം. നിങ്ങൾ എത്ര ബ്രെഡ് കൊണ്ടുവന്നത്? 5. ഈയോ? 3. ടോട്ടൽ എത്ര ബ്രെഡായി? 8. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളും ശരിക്കും ശ്രദ്ധിക്കണേ. ടോട്ടൽ 8 ബ്രെഡാണ് കൊണ്ടുവന്നത്. നിങ്ങൾ എത്ര പേരാണ് ഉണ്ടായിരുന്നത് ഭക്ഷണം കഴിക്കാൻ? 3 പേര്. 8 ബ്രെഡ് 3 ആൾക്കാർ കഴിക്കുമ്പോൾ 8 × 3, ഓരോ ബ്രെഡും 3 കഷ്ണാക്കും എന്നർത്ഥം. 8 × 3 എത്രയാ? 24. 8 × 16, 16 × 24. അപ്പൊ 24 കഷ്ണാക്കിയിട്ടുണ്ടാവും എന്നർത്ഥം ബ്രെഡ്. അങ്ങനെയല്ലേ? ശരി. ഒരാൾ എത്ര കഴിച്ചിട്ടുണ്ടാവും? ഒരാൾ എത്ര കഷ്ണം ബ്രെഡ് കഴിച്ചിട്ടുണ്ടാവും? 24 ബ്രെഡിന്റെ കഷ്ണം ഉണ്ടെങ്കിൽ ഒരാൾ എത്ര കഴിച്ചിട്ടുണ്ടാവും? ഒരാൾ എത്ര കഴിക്കും? 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ പോയാൽ 8 ബ്രെഡ് 8 കഷ്ണം ഒരാൾ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. 8 കഷ്ണം നീ കഴിച്ചു, 8 കഷ്ണം മറ്റേ ആൾ കഴിച്ചു, 8 കഷ്ണം മൂന്നാമത്തെ ആൾ കഴിച്ചു. മൂന്നാമത്തെ ആള് 8 കഷ്ണം കഴിച്ചു. അവർ ഫ്രീ ആയിട്ടാണ് കഴിച്ചത്. അവരൊന്നും ബ്രെഡ് കൊണ്ടുവന്നിട്ടല്ല കഴിച്ചത്, അവര് ഫ്രീ ആയിട്ട് കഴിച്ചു. നീ എത്ര ബ്രെഡാ കൊണ്ടുവന്നവനെ? 5. ഇനിയാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. നീ എത്ര ബ്രെഡാ കൊണ്ടുവന്നത്? 5. 5 ബ്രെഡ് 3 കഷ്ണം ആക്കിയാൽ എത്രയായിട്ടുണ്ടാവും? 5 × 3 15. നീ എത്ര എണ്ണം കഴിച്ചു? ടോട്ടല് 8 കഷ്ണം. എത്ര ബാക്കി? നീ 5 ബ്രെഡ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ 15 കഷ്ണം ആക്കിയിട്ടുണ്ടാവും. അതിൽ നിന്ന് നീ 8 എണ്ണം കഴിച്ചാൽ എത്ര ബാക്കിയുണ്ട്? 7. എത്ര എണ്ണം കഴിച്ചിട്ടുണ്ടാവും? 7. 8 എണ്ണം കഴിച്ചിട്ട് 7 എണ്ണം ബാക്കി. നിനക്ക് 7 ദിർഹം. നീ എത്ര ബ്രെഡാ കൊണ്ടുവന്നേ? 3. എത്ര കഷ്ണം ആക്കിയിട്ടുണ്ടാവും? 9. കഴിച്ചത് 8 എണ്ണം. 8 കഷ്ണമല്ലേ കഴിച്ചത്? ബാക്കി എത്ര ഉണ്ടാവും? എത്ര കഷ്ണം? 1. നീ ഒരു കഷ്ണേ സ്വതക്ക് ചെയ്തിട്ടില്ല. നീ 7 കഷ്ണം സ്വതക്ക് ചെയ്തു. നിനക്ക് 7, നിനക്കൊന്ന്. വിട്ടോളി. അവർ പോയി. മാത്തമാറ്റിക്സിൽ വലിയ കഴിവുള്ള ആളാന്ന് അർത്ഥം. എത്ര പെട്ടെന്നാ വിഷയം ഊർജ്ജം. നമുക്കിത് പറയാനും കേൾക്കാനും തന്നെ കഴിയുന്നില്ല. ഷറഹു സ്വലാത്തിൽ മശീഷിയിൽ ഈ ചരിത്രം കാണാം. അതുപോലെ മജാലിസുൽ വഅദി പല ഗ്രന്ഥങ്ങളിലുണ്ട്. കുറേ കിതാബൊന്നും ഉദ്ധരിക്കേണ്ടതില്ല. അലി റളിയല്ലാഹു വലിയ ബുദ്ധിശാലി. ഒരു ബർക്കത്തിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞു മാത്രം. വളരെ ചെറുപ്പത്തിൽ തന്നെ അലി റളിയല്ലാഹുവിൻ്റെ പേര് സാധാരണ സ്വഹാബത്തിൻ്റെ പേരിൽ നിന്നും വ്യത്യസ്തമായിട്ട് കറമല്ലാഹു വജ്ഹഹു എന്ന് കിതാബുകളിലും പിന്നെ ഏടുകളിലൊക്കെ കാണാറില്ലേ? എന്താ അതിൻ്റെ ഒരു കാരണം തന്നെ? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അലി റളിയല്ലാഹുവിന് വളരെ നേരത്തെ ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ട് പിന്നെ പല ആൾക്കാരും ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പെങ്കിലും ബിംബത്തിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹു ബുദ്ധി വെച്ച കാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഒരിക്കലും ബിംബത്തിന് സുജൂദ് ചെയ്യേണ്ട അവസ്ഥ ഇസ്ലാമിൽ എന്തായാലും ഉണ്ടാവില്ല, ഇസ്ലാമിൻ്റെ മുന്നേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കറമല്ലാഹു വജ്ഹഹു, ആ മുഖത്തിന് അള്ളാഹു ആദരവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ആ ചൊല്ലുന്നതിൻ്റെ താല്പര്യം എന്ന് ഇതിൻ്റെ ഒരു രഹസ്യം വിവരിക്കുന്നിടത്ത് ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങളുടെ ഫത്താവൽ ഹദീസിൽ കാണാം. വേറൊരു രഹസ്യം കൂടിയുണ്ട്. എന്താണെന്ന് പറയും? ഉമ്മയായ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ പിന്നെ അലി റളിയല്ലാഹുവിനെ ഗർഭം ചുമന്ന കാലത്ത്, അന്ന് ഇസ്ലാം വന്നില്ലല്ലോ, ബിംബത്തിന് സുജൂദ് ചെയ്യാൻ വേണ്ടി ഫാത്തിമ ബീവി പോയപ്പോഴേ ആ സുജൂദ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കുനിയുന്ന ഘട്ടത്തിൽ, ആ ബിംബത്തിന് ഒരു കുനിയലുണ്ടല്ലോ, ആ കുനിയുന്ന ഘട്ടത്തിൽ അലി റളിയല്ലാഹുവിൻ്റെ ഉള്ളിൽ നിന്ന് ഉമ്മാക്ക് വയറ്റുന്ന ഒരറ്റ കുത്ത്. സുജൂദാ? എന്ത് സുജൂദ്? ആർക്കേ സുജൂദ് ചെയ്യുന്നില്ല അർത്ഥത്തിൽ. അപ്പോൾ ഉള്ളിൽ തന്നെ പുലിയായിട്ടാ പുറത്തേക്ക് വന്നതെന്നർത്ഥം. എന്നിട്ട് പ്രസവിച്ചിട്ട് തൊട്ടിൽ കിടക്കുമ്പോൾ ഒരു പാമ്പ് വന്നപ്പോൾ അലി റളിയല്ലാഹു തൊട്ടിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ പാമ്പിനെ ഓടിച്ചത്രേ. അപ്പോഴാണ് ഉമ്മ പേരിട്ടത് അന്ത ഹൈദർ, നീ പുലിയാ മോനെ. അങ്ങനത്തെ ധീരശാലിയും ധിഷണശാലിയും വലിയ മുഹിബ്ബുമാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. എന്തൊക്കെയാണ് ഒരാൾക്ക് വേണ്ട കഴിവ്, അതൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേടിയെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് എല്ലാ ഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ അവസാനം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ കുളിപ്പിക്കാനും നേതൃത്വം നൽകിയതും അലിയാർ തങ്ങളാണ്. അവിടുത്തെ ദഫൻ ചെയ്യുന്ന സമയത്ത് ഖബറിലേക്ക് ഇറങ്ങിയിട്ട് തിരുശരീരത്തെ ഖബറിൽ വെച്ചതും അലി റളിയല്ലാഹു അൻഹുവാണ്. അങ്ങനെ എല്ലാ ഘട്ടത്തിലും കൂടെയുണ്ടായ നേതാവാണ് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ബർക്കത്തുകൊണ്ട് നമുക്ക് അള്ളാഹു മഹബ്ബത്ത് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അവരുടെ ബർക്കത്തും അവരുടെ മദതും കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാം ഖൽബ് ശുദ്ധിയാക്കി തരുമാറാവട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.